ഡോക്ടർ തരൂർ MP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമെന്ന എഴുത്തുകാരൻ M. മുകുന്ദൻ പാർട്ടിയെ മറന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യം. ശശി തരൂർ ഏത് പാർട്ടിയിലാണെങ്കിലും താൻ പിന്തുണയ്ക്കുമെന്നും മുകുന്ദൻ 24-നോട് പറഞ്ഞു. നമുക്ക് ആവശ്യം ഈ ദീർഘവീക്ഷണമുള്ള ഈ പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കുന്ന നേതാക്കന്മാരെയാണ്. അതില്ല, അവർ നേതാക്കന്മാർ മാറുന്നില്ല. ശശി തരൂർ എനിക്കിഷ്ടമാണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്. കാരണം അസാധാരണമായിട്ടുള്ള അറിവ് കേട്ടോ, പിന്നെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പം അങ്ങനെയുള്ള നേതാക്കളാണ് ഇനി വരേണ്ടത്. ശശി തരൂരിൻ്റെ ചില നിലപാടുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല, പക്ഷേ അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഈ പുതിയ കാലത്തെ ഉൾക്കൊള്ളാനും പുതിയ കാലത്തെ മനസ്സിലാക്കുന്ന നേതാക്കന്മാർ. അതുകൊണ്ട് പുതിയ കാലത്തെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കണം, പുതിയ കാലത്തിൻ്റെ ഒരു ഭാഷ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് വലിയ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ ശശി തരൂർ ഏത് പാർട്ടിയിലായാലും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. വിനിത വിജി വിവരങ്ങൾ വെച്ചിരുന്നു. വിനിത, നേരത്തെ കേരളത്തിൽ എന്താണ് എഴുത്തുകാർ സർക്കാരിനൊപ്പം നിൽക്കണം എന്ന് പറയുകയും പിന്നീട് മറ്റവരോട് തിരുത്തുകയും ചെയ്തിരുന്നു മുകുന്ദൻ. ശക്തമായ രാഷ്ട്രീയ ബോധ്യത്തിൽ എഴുതുന്ന എഴുത്തുകാരനാണ് തരൂർ. ഇപ്പോൾ എഴുത്തുകാരനാണ് മുകുന്ദൻ. ഇതിപ്പോൾ തരൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന അദ്ദേഹത്തിൻ്റെ സൗഹൃദം വെച്ച് പറയുന്നതാണോ അതോ അദ്ദേഹത്തിൻ്റെ ഒരു മാറിയ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് മുകുന്ദൻ പറയുന്നതാണോ അത് വിനീത? ഹാഷ്മി, നിലവിലുള്ള ഈ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മാറിയ കാലഘട്ടം അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് M. മുകുന്ദൻ്റെ ഒരു പ്രതികരണം നമ്മളോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് അസാധാരണ അറിവുള്ള മനുഷ്യനാണ് ശശി തരൂർ എന്നുള്ളതാണ്. ശശി തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ കാലം മാറുന്നതിനനുസരിച്ച് നേതാക്കൾ അത്തരത്തിലേക്കുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അത് മാറി ചിന്തിക്കാൻ തയ്യാറാവുകയും വേണമെന്നാണ് പറയുന്നത്. ശശി തരൂർ അത്തരത്തിലേക്കുള്ള ഒരാളാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് വ്യക്തമാക്കുന്നതെന്നും M. മുകുന്ദൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ തരൂരിനെ പോലുള്ള നേതാക്കളാണ് ഇനി വരേണ്ടത്. തരൂരിന്റെ ചില നിലപാടുകളോട് തനിക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ തരൂർ ഏത് പാർട്ടിയിലാണെങ്കിലും പാർട്ടി നോക്കാതെ താൻ തരൂരിനെ പിന്തുണയ്ക്കുമെന്നും M. മുകുന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അവിടെ താൻ പാർട്ടി നോക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തരൂർ നല്ല കാര്യങ്ങൾ കണ്ടാൽ അദ്ദേഹം അത് അനുകൂലിക്കും. അത് ഈ അടുത്തിടെ ഉണ്ടായ ആ ലേഖന വിവാദത്തിൽ പോലും M. മുകുന്ദൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ BJP നല്ലത് ചെയ്താൽ തരൂർ അതിനെ അനുകൂലിക്കും, പിണറായി വിജയൻ നല്ലത് ചെയ്താൽ അതിനെ അനുകൂലിക്കും. അങ്ങനെയാണ് നേതാക്കൾ വേണ്ടത് എന്നാണ് പറയുന്നത്. പാർട്ടിയെ മറന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുള്ള നേതാക്കളെയാണ് നമുക്കിനി ആവശ്യം എന്നാണ് M. മുകുന്ദൻ പറയുന്നത്. ശശി തരൂർ അത്തരത്തിലേക്കുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ പോലുള്ള നേതാക്കളെയാണ് ഈ മാറിയ കാലഘട്ടത്തിന് ആവശ്യമെന്നും M. മുകുന്ദൻ പറയുകയാണ്. ഹാഷ്മി, ഓക്കെ, അപ്പോൾ തരൂർ ഏത് പാർട്ടിയിൽ നിൽക്കുന്നോ ഏത് പാർട്ടിയിൽ നിന്നാലും കാര്യമില്ല, ഞാൻ തരൂരിനെ പിന്തുണയ്ക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ M. മുകുന്ദനൊക്കെ എഴുത്തിലൂടെയൊക്കെ പറഞ്ഞൊരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ നിലപാടെന്ന് അതിന് സംശയമുണ്ട്. എന്തായാലും മാറിയ കാലത്തെ മാറിയ രാഷ്ട്രീയം, ആ മാറിയ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നു സാഹിത്യകാരൻ, മാറിയ സാഹിത്യകാരൻ M. മുകുന്ദൻ എന്ന് വേണം മനസ്സിലാക്കാൻ.